പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പാപത്തിന്റെ മോഹത്തിൽ നിന്നെന്നെ അകറ്റണമേ. അനുതാപത്തിൻ അരൂപിയാൽ എന്നെ നിറയ്ക്കണമേ. പാപത്തിന്റെ മോഹത്തിൽ നിന്നെന്നെ അകറ്റണമേ. അനുതാപത്തിൻ അരൂപിയാൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ഈശോയെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. ഈശോ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഈശോ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വം അവന് കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ചെന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. ഈശോ കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞങ്ങളെല്ലാവരും വലിയ ദാഹത്തോടുകൂടി കർത്താവിൻ്റെ ഈ വചന കൂടാരത്തിങ്കൽ ആയിരിക്കുകയാണ്. വചനം ശ്രവിക്കുവാൻ, വചനത്തിലൂടെ സൗഖ്യപ്പെടുവാൻ എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചമായി കരുതുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതാണ് ക്രിസ്ത്യാനിയുടെ സവിശേഷത. ദൈവേഷ്ടം എന്താണെന്നറിയാൻ അവൻ വചനത്തിലേക്കും കൂദാശകളിലേക്കും ഒക്കെയാണ് തിരിയുക. ദൈവം എന്താണ് പറയുന്നത് എന്ന് തിരിച്ചറിയാൻ. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയാനുള്ള ഒരു വഴിയായിട്ട് മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. ഈ ചെകുത്താനെ നമ്മൾ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. വലിയൊരു പ്രശ്നമാണ് അത്. നമ്മുടെ വിചാരം സാത്താനൊന്നും ഇല്ലെന്നാണ്. നമ്മളൊക്കെ ഉള്ളൂ, സാത്താനൊന്നും ഇല്ല. നമ്മുടെ കൂട്ടത്തിൽ ചിലർ സാത്താനെ പോലെ ഒക്കെ പെരുമാറുന്നുണ്ടെന്നേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ അപകടം. സാത്താന്റെ ഏറ്റവും വലിയ വിജയം അതാണ്. അവൻ ഇവിടെ ഉണ്ട് എന്നവൻ അറിയില്ല. എഫേസ്യ ലേഖനത്തില് ശ്ലീഹ പറയുന്നുണ്ട്, സാത്താന്റെ ശക്തികളെ കുറിച്ച് പറയുന്നുണ്ട്, വിശുദ്ധ ഇടങ്ങളിൽ വസിക്കുന്ന ദുഷ്ടാരൂപിയെ കുറിച്ച് നിങ്ങൾ ജാഗരൂകരായിരിക്കും. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. വിശുദ്ധമായ ഇടങ്ങളിൽ അശുദ്ധാരൂപി, അതായത് ദുഷ്ടാരൂപിയുണ്ട് എന്ന് പറഞ്ഞാൽ, വിശുദ്ധമായ ഇടങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പള്ളി, കോൺവെന്റ്, അരമന, ഇതൊക്കെയാണ്. ഞാനിത് കേട്ടപാടെ ചങ്ങനാശ്ശേരി അതിരൂപതാ ഭവനം മുഴുവൻ അരിച്ചു പെറുക്കി എവിടെയാണ് സാത്താൻ എന്നറിയാൻ എനിക്ക് ആപ്പാടെ പേടിയായി. വിശുദ്ധമായ ഇടങ്ങളിൽ സാത്താനുണ്ട്. സാത്താൻ ഇങ്ങനെ പമ്മി നിൽപ്പുണ്ട്. അവസാനം കണ്ടുപിടിച്ചു, എന്റെ കട്ടിക്കീഴെന്നാണ്, വേറെ എന്ന് പറഞ്ഞാൽ നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലാണ് സാത്താൻ നമ്മളെ തേടി വരുന്നത്. അത് ശ്രദ്ധിച്ചിരിക്കണം.
എന്നിട്ട് അവൻ നമ്മളെ തന്നെ ഉപയോഗിക്കും. നമ്മളെ തന്നെ ഉപയോഗിച്ച് സഭയെ തകർക്കുക, അതൊക്കെ അവന്റെ ഒരു വലിയ വിനോദമാണ്. ഇപ്പൊ ഈ അടുത്ത നാളിൽ സഭയ്ക്കുണ്ടായ ക്ഷീണം മുഴുവൻ വിശ്വാസികളെ കൊണ്ടൊന്നും അല്ല കേട്ടോ, അച്ഛന്മാരെ കൊണ്ടും മെത്രാന്മാരെ കൊണ്ടും കന്യാസ്ത്രീകളെ കൊണ്ടും ഒക്കെ. എത്ര ശാസ്ത്രീയമായിട്ടാണ് വൈദികരും സന്യസ്തരും സന്യാസ ജീവിതത്തിനെതിരെയും പൗരോഹിത്യത്തിനെതിരെയും ഒക്കെ സംസാരിക്കുന്നത്. അത് സാത്താനേ പറ്റത്തുള്ളൂ. സാത്താന്റെ ശക്തിയാണത്. അവൻ ഇവരെ ഉപയോഗിച്ച് തന്നെ, വിശുദ്ധമായ ഇടങ്ങളിൽ വർത്തിക്കുന്നവരെ ഉപയോഗിച്ച് തന്നെ സഭയെ തകർക്കുകയാണ്. പുറമേ നിന്നുള്ള പീഡനം ഒന്നും സാത്താൻ തരികയില്ല. കാരണം സാത്താൻ അറിയാം, പുറമേ നിന്ന് പീഡനം നടത്തിയാൽ നമ്മളെല്ലാം ശക്തിപ്പെടും. കാരണം രക്തസാക്ഷികളുടെ ചുടുനിണം കൊണ്ട് ശക്തിപ്പെട്ട സഭയാണ് നമ്മുടെ സഭ. അതുകൊണ്ട് രക്തസാക്ഷിത്വത്തിനൊന്നും അവസരം തരത്തില്ല. സാത്താന്റെ പരിപാടി എന്നാന്നറിയാം, അകത്തൂന്ന് തകർക്കുക എന്നുള്ളതാണ്. പണ്ട് ഒരു സ്ഥലത്ത് കുറെ കന്യാസ്ത്രീകൾ കൂടി നിത്യാരാധന നടത്തുകയാണ്, വിശുദ്ധരായ സിസ്റ്റർമാർ. സാത്താന് ഭയങ്കര അസ്വസ്ഥതയായി. കാരണം ആ പ്രദേശത്തെങ്ങും സാത്താന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവര് നിത്യാരാധനയാണ്. സാത്താൻ ആ 7 അയലോക്കത്ത് അടുക്കാൻ പറ്റുന്നു. സാത്താൻ ഇവരെ തകർക്കാൻ പല പണി ചെയ്തു. ഇവർക്ക് ക്ഷാമം ഉണ്ടാക്കി, അവരെ ഉപവസിക്കാൻ തുടങ്ങി. പിന്നെ അവർക്ക് രോഗം ഉണ്ടാക്കി, അവരതെല്ലാം ദൈവഹിതമായിട്ട് എടുത്തു. എന്ന് വേണ്ട, സർവ്വപണി ചെയ്തിട്ടും അവര് ശക്തിപ്പെട്ടു വരുന്നു. അവസാനം സാത്താൻ അറ്റകൈക്ക് ഒരു പണി ചെയ്തെന്നറിയാമോ? ഒരു കന്യാസ്ത്രീയായിട്ട് കോൺവെന്റിൽ അങ്ങ് ചേർന്നു. അകത്ത് കയറി ഒരു 3 ആഴ്ചക്കുള്ളിൽ കോൺവെന്റിൽ എല്ലാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. അവസാനം കോൺവെന്റ് പിരിഞ്ഞു പോയി, നിത്യാരാധന നിന്നു. എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ ചെകുത്താൻ നമ്മുടെയൊക്കെ രൂപങ്ങളിലാണ് വരുന്നത്, ആത്മീയ പ്രവർത്തകരുടെയൊക്കെ രൂപങ്ങളിൽ വരുന്നുണ്ട്. അത് നമ്മൾ ജാഗരൂകരായിരിക്കണം. അവിടെ എങ്ങനെയാണ് ഈ മെത്രാൻ എന്ന് പറയുന്നത് സാത്താന്റെ വചനമാണോ ദൈവത്തിന്റെ വചനമാണോ എന്ന് എങ്ങനെയാ തിരിച്ചറിയുന്നത്? നിങ്ങൾ ഓർക്കണം, സാത്താനാണ് ഏറ്റവും നന്നായിട്ട് വചനം കോട്ട് ചെയ്യാൻ അറിയാവുന്നത്. ഈ നമ്മളിപ്പോ വായിച്ചു കേട്ട വചനഭാഗത്ത് സാത്താനാണ് വചനം കറക്റ്റ്, ഇന്ന പുസ്തകം ഇത്രാം അധ്യായം ഇത്രാം പേജെന്നും പറഞ്ഞുകൊണ്ട് സാത്താൻ ദൈവവചനം ഉദ്ധരിക്കുന്നു. ദൈവവചനം എല്ലാം സാത്താന് കാണാപ്പാടാ, നമുക്കേവൾ അറിയാൻ വയ്യാത്ത. ചെറുത്താൻ ഇതെല്ലാം കൃത്യം അറിയാം. അപ്പോ ഇയാൾ പറയുന്നത് സാത്താനിൽ നിന്നാണോ ദൈവത്തിൽ നിന്നാണോ എന്നറിയാൻ എന്നാ ഒരു മാർഗം? അവിടെയാണ് പ്രിയപ്പെട്ടവരെ അനുസരണ വ്രതത്തിന്റെ ഒരു പ്രസക്തി. മെത്രാനാണേലും മാർപ്പാപ്പയാണേലും സഭയെ അനുസരിക്കണം. മാർപ്പാപ്പ സ്വന്തം പാഠമൊന്നും പറയത്തില്ല. സാർവത്രിക സൂനകദോസുകളെയും 2000 വർഷത്തെ സഭയുടെ പ്രബോധനങ്ങളെയും അനുസരണം വ്രതത്തോടെ പാപ്പ അനുസരിക്കുകയാണ്. അവിടെയാണ് ദൈവഹിതം വിവേചിച്ചറിയാൻ പറ്റുക. മെത്രാമാരെല്ലാം മാർപ്പാപ്പായെ അനുസരിക്കും. അപ്പസ്തോലിക പിൻഗാമികളുടെ അപ്പസ്തോലിക ശ്ലൈഹിക പൈതൃകത്തിന്റെ പ്രത്യേകതയാണത്. ഒരു മെത്രാനും സ്വന്തം ദൈവശാസ്ത്രമോ വിശ്വാസമോ ഉണ്ടാക്കാൻ പറ്റില്ല. വൈദികർ മെത്രാന്മാരെ അനുസരിക്കും, വിശ്വാസികൾ വൈദികരെ അനുസരിക്കും. ഈ അനുസരണം അടിമത്തമല്ല, ഇത് ദൈവഹിതം തിരിച്ചറിയാനായി ദൈവം നമുക്ക് തന്നിട്ടുള്ള മാർഗമാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും അനുസരണത്തിന്റെ ഗുണം അതാ. പിള്ളേർക്ക് അതും ഇതുമൊക്കെ തോന്നും, പക്ഷെ അപ്പനും അമ്മയും പറയുന്നത് കേട്ട് ജീവിക്കുമ്പോഴാണ് ദൈവഹിതാനുസരണം ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ സാത്താനെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം. സാത്താൻ നമ്മളിലൂടെ പ്രവർത്തിക്കും അറിയാതെ. അതുകൊണ്ട് നമ്മുടെയൊക്കെ തോന്നലുകൾ ചെകുത്താനിൽ നിന്നാണോ ദൈവത്തിൽ നിന്നാണോ എന്ന് നിരന്തരമായിട്ട് വിവേചിച്ചറിയണം. സഭയെ അനുസരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മെത്രാനെ അനുസരിക്കണോ എന്നുള്ളതല്ല, സഭയെ അനുസരിക്കുന്നുണ്ടോ. ഇന്നത്തെ വചനഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ട 3 പ്രലോഭനങ്ങൾ സാത്താൻ പ്രലോഭിപ്പിക്കാനായിട്ട് വരികയാണ്. അവൻ ആരെയാണ് പ്രലോഭിപ്പിക്കുന്നത്? ദൈവപുത്രനെയാണ് അവൻ പ്രലോഭിപ്പിക്കുന്നത്. സമ്മതിക്കണം അവനെ അല്ലേ? ദൈവപുത്രനെ പ്രലോഭിപ്പിക്കുക. കാരണം അവനെ ഒരാളെ കിട്ടിയാൽ മതി, ലോകത്തിന്റെ രക്ഷ മുഴുവൻ തകരാറിലാവും. സാത്താൻ അങ്ങനെ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്യുന്നു. നിങ്ങളുടെ വിചാരം എന്താ? മാർപ്പാപ്പായുടെ കൂടെയാണോ കൂടുതൽ ചെകുത്താന്മാര്, അതോ മെത്രാന്മാരുടെ കൂടെയാണോ? എന്നാ പറയും? നിങ്ങൾക്ക് അത് പറയാനൊരു സങ്കടം. എങ്ങനെ വെച്ചാ പിതാവേ ഞങ്ങളത് പറയുന്നത്? പാപ്പായുടെ കൂടെ കേട്ടോ. കാരണം പാപ്പായെ ഒരാളെ കിട്ടിയാൽ മതി, 100 കോടി ജനങ്ങളെ ചിതറിക്കാൻ പറ്റും. അതുകൊണ്ട് പാപ്പായെ എങ്ങനെങ്കിലും അവന്റെ വരുതിയിലാക്കാൻ ചെകുത്താൻ ഓടി ഓർമ്മ. അതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള കത്തോലിക്കര് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും.
ശരിയല്ലേ? പരിശുദ്ധ കുർബാനയിൽ എവിടെല്ലാം കുർബാന അർപ്പണമുണ്ടോ അവിടെ എല്ലാം നമ്മൾ പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇനി മെത്രാന്മാരുടെ കൂടെയാണോ കൂടുതൽ ചെറുത്താന്മാർ, അതോ അച്ഛന്മാരുടെ കൂടാണോ? നിങ്ങൾ എന്നാ പറയും? പിതാക്കന്മാരുടെ കൂടെ. അതുകൊണ്ടാണ് ഒരു രൂപത മുഴുവൻ മെത്രാന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. കാരണം ഞങ്ങളൊക്കെ പോക്ക ഒരു രൂപത മുഴുവൻ വൈദികരുടെ കൂടാണോ കുടുംബനാഥന്മാരുടെ കൂടാണോ കൂടുതൽ ചെറുത്താന്മാര്? അച്ഛന്മാരുടെ കൂടെ. അതുകൊണ്ടാണ് ഇടവക്കാരൊക്കെ അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. കുടുംബനാഥന്റെയും കുടുംബനാഥയും കൂടെയാണോ കൂടുതൽ ചെറുത്താന്മാർ, അതോ പിള്ളേരുടെ കൂടെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും പിള്ളേരുടെ കൂടെ ആന്ന്. ചുമ്മാതാ, നിങ്ങളുടെ കൂടെയാണ്. കാരണം നിങ്ങളെ കിട്ടിയാൽ മതി, കുടുംബം മൊത്തം തകരും. അതുകൊണ്ട് അതാണ് ദൈവപുത്രന്റെ പിന്നാലെ സാത്താൻ കൂടിയിരിക്കുകയാണ്. അവനെ കിട്ടിയാൽ ലോകത്തിന്റെ രക്ഷ അപകടത്തിലാകാം. ഈ സാത്താൻ എന്നിട്ട് വളരെ തന്ത്രപൂർവ്വമാണ് പെരുമാറുന്നത്. പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ ഈ ചെറുത്താൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പേടിയാ അല്ലേ? ഞാൻ ഏറ്റവും ജീവിതത്തിൽ ആദ്യം വായിച്ച ജീവചരിത്രം വിശുദ്ധനായ ഡോൺ ബോസ്കോയുടേതാണ്. ഡോൺ ബോസ്കോയുടെ ജീവചരിത്രത്തില് ഈ സാത്താൻ ഡോൺ ബോസ്കോയെ പരീക്ഷിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അയ്യോ, ഭയങ്കര പേടിയാണ് അത്. രാത്രിയിലൊക്കെ ഡോൺ ബോസ്കോ തളർന്ന് കിടന്നുറങ്ങുമ്പം ദുഷ്ടമൃഗങ്ങളുടെ രൂപത്തിൽ കട്ടിലിന്റെ താഴെ വന്ന് കട്ടിലേന്ന് പുണ്യവാളനെ മറിച്ചിടുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അതെല്ലാം കേട്ട് പേടിച്ച് ഒക്കെ പണ്ട് കിടന്നിട്ടുണ്ട്. അതൊക്കെ വായിച്ച് എപ്പോഴാണോ നമ്മളെ പിടിക്കാൻ ചെറുത്താൻ പറ്റുന്നത്. പിന്നെ നമ്മൾ വിശുദ്ധനല്ലാഞ്ഞതുകൊണ്ട് വന്നില്ല. ഡോൺ ബോസ്കോ പുണ്യാളനായതുകൊണ്ട് ചെറുത്താന്മാര് കൂടെ കൂടി. പക്ഷെ ഇപ്പോഴത്തെ ചെറുത്താന്മാര് സ്ട്രാറ്റജി മാറ്റിയിരിക്കുകയാണ്. എന്താണ്? അവൻ ഈ പേടിപ്പീര് പരിപാടിയൊന്നുമില്ല. അവൻ വളരെ തന്ത്രപൂർവം നമ്മളെ മോഹിപ്പിച്ച് നേടുന്നവനാണ് സാത്താൻ. അവനിങ്ങനെ നമ്മളെ കൊതിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു കാര്യത്തോട്, ഏതെങ്കിലും ഒരു വ്യക്തിയോട്, ഏതെങ്കിലും ഒരു ആശയത്തോട് നിങ്ങൾക്ക് കണ്ടമാനം അഭിനിവേശം തോന്നുന്നുണ്ടെങ്കിൽ അതിനകത്തൂടെ വന്ന് സാത്താൻ നിങ്ങളെ കൊണ്ടുപോകും കേട്ടോ. സാത്താൻ മോഹിപ്പിക്കുന്നു. അതാണ് സാത്താന്റെ പ്രലോഭനങ്ങളുടെ ഒരു പ്രത്യേകത. മോഹിപ്പിക്കുന്നത് എന്തോ അതിലെല്ലാം സാത്താന്റെ സാന്നിധ്യമുണ്ട്. ഒന്നാമത്തെ പ്രലോഭനം എന്താണ്? ഈശോ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച നാളിലൊന്നും സാത്താൻ ഈശോയുടെ 7 അയലോക്കത്തെത്തുന്നില്ല. പറ്റിയല്ല. ഉപവസിക്കുന്നവനെ അവൻ ആത്മീയമായിട്ട് കരുത്തുള്ളവനാ. അവനെ തൊടാനായിട്ട് ആർക്കും പറ്റില്ല. പക്ഷെ ഈശോ 40 ദിനരാത്രങ്ങളുടെ ഉപവാസം അവസാനിപ്പിച്ച് അവൻ തിരിച്ചു പോകാനായിട്ട് ഒരുങ്ങുകയാണ്. എന്നാ ഒന്ന് ഭക്ഷണം കഴിച്ചു കളയാം എന്നോർത്ത് നിൽക്കുന്ന ദുർബലമായ ഒരു നിമിഷം ഉണ്ടല്ലോ. ആ നിമിഷത്തിൽ സാത്താൻ കടന്നു വരിക. എന്നിട്ട് പറയുന്നത് എന്താ? അതെ, നീ എന്തിനാ മരുഭൂമിയിൽ നിന്ന് നടന്ന് അങ്ങ് ദൂരെ വരെ പോകുന്നേ? നീ ദൈവപുത്രൻ അല്ലയോ? അതുകൊണ്ട് നീ ആ കല്ലുകളോട് അപ്പമാകാനായിട്ട് അങ്ങോട്ട് കൽപ്പിക്കണോ അത്ര തന്നെ? എന്നിട്ട് എനിക്ക് വേണ്ട, നീ തന്നെ കഴിച്ചു. അപ്പം വെറുതെ എന്തിനാ ഇങ്ങനെ അവിടം വരെ നടന്നു പോകും? നിങ്ങൾ ഓർക്കടാ, ഇതെന്നോ ഇത്ര വലിയ പ്രലോഭനമോ? അത് വലിയ പ്രലോഭനാ. എന്താണത്? നിന്റെ കഴിവുകൾ നിന്റെ സുഖത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാമുള്ള ഒരു വലിയ പ്രലോഭനമാണിത്. നമ്മുടെ കഴിവുകൾ നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക. എനിക്ക് പണം ഉണ്ടാക്കാൻ കഴിവുണ്ട്, അത് എന്റെയും എന്റെ പിള്ളേരുടെയും സുഖത്തിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക. എനിക്ക് കാര്യങ്ങൾ നടത്താനായിട്ട് കഴിവുണ്ട്, അത് എന്റെയും എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക. എന്റെ കഴിവുകൾ എന്റെ സുഖത്തിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ് ഒന്നാമത്തെ പ്രലോഭനം. ഇതൊരു വലിയ പ്രലോഭനമാണ്. സുഖം തേടാനുള്ള ഒരു വലിയ പ്രലോഭനം, അതിനുവേണ്ടി സർവ്വ കഴിവുകളും ഉപയോഗിക്കാനുള്ള പ്രലോഭനം. നമുക്കെല്ലാവർക്കും ഈ സുഖം തേടാനായിട്ട് പ്രലോഭനമുണ്ട്. അതുകൊണ്ടാണ് ഈ സാത്താൻ നമ്മളെ സുഖങ്ങളുടെ രൂപത്തിൽ വന്ന് പിടികൂടും. ഇപ്പൊ ഈ ഷുഗർ ഒക്കെ ഉള്ള ഒരു അച്ചായനെ, എനിക്കും ഷുഗർ പിടിച്ചു കേട്ടോ. ഞാനിത് പറഞ്ഞാന്ന് തോന്നുന്നു, എനിക്കും പിടിച്ചു. ഷുഗറുള്ള അച്ചായന്മാരെ സാത്താൻ എങ്ങനെയായിരിക്കും പ്രലോഭിക്കുക? പേടിപ്പിച്ചോ? ഒന്നുമല്ല. എങ്ങനെയായിരിക്കും? നല്ല ഈ ഐസ്ക്രീമിന്റെ ഒക്കെ രൂപത്തിൽ വരും അല്ലേ? എന്റെ അച്ചായ ഒരു ഗുളിക കഴിച്ചാൽ മതി, ഇതും കഴിക്കുന്നേ. ഇത് വലിയ കാര്യമാണ്. വല്ലപ്പോഴും ഒക്കെ ഒരു ഐസ്ക്രീം ഒക്കെ ആകാം അല്ലെ? മോഹിപ്പിക്കുക, കൊതിപ്പിക്കുക. അവസാനം അച്ചായന ഒരു പ്രാവശ്യം ആകാം അല്ലേടി, ഒരു പ്രാവശ്യം കൊണ്ട് കഴിച്ചു. ഇതാണ്.
അല്ലെങ്കിൽ നിങ്ങൾ സാരിയോട് അല്ലെങ്കിൽ വസ്ത്രങ്ങളോടൊക്കെ വലിയ അഭിനിവേശമുള്ള സഹോദരിമാരാണെങ്കിൽ ആ ടൗണിലൂടെ ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ ഓരോ ഓരോ രൂപങ്ങളൊക്കെ ഇങ്ങനെ നല്ല ഉടുപ്പൊക്കെ ചുറ്റി അങ്ങനെ ഇരിക്കും. നമ്മൾ പിന്നെ വണ്ടി പോകുന്നില്ല, കെട്ടിയോ വിളിച്ചിട്ടും പോകത്തില്ല, അവിടെ തന്നെ നിൽക്കുക. എന്നാ ഇത് വേണം, അത് മേടിക്കണം എന്നാണ് പറയുന്നത്. അതാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുടെ എല്ലാ രൂപത്തിൽ സാത്താൻ കടന്നു വരിക. സുഖങ്ങളിലൂടെ നമ്മളെ തകർക്കുന്നവനാണ് സാത്താൻ. അത് നമ്മൾ തിരിച്ചറിയും. ഒത്തിരി സുഖം തേടാനുള്ള ആഗ്രഹം, സുഖകരമായിട്ട് ഭക്ഷണം. ചിലർക്കാണെങ്കിൽ ഭക്ഷണമാണ് വീട്ടിലെ ഏറ്റവും വലിയ കുടുംബ പ്രശ്നമല്ല, ഭക്ഷണം. നിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ആർക്ക് വേണോടി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി. അവള് ചോദിക്കും, ഇയാളെന്നാ ഹോട്ടല് ഒരു വെപ്പുകാരിയാ ഉദ്ദേശിച്ചെങ്കിൽ കല്യാണം കഴിച്ചെന്തിനാന്ന് അവള്. ഇയാള് പറയുന്നത് ഇത്രയും വർഷമായിട്ടും വായു വെക്കാൻ കൊള്ളാന്ന് ഉണ്ടാക്കി തരാറിയതിനെന്ന് പറഞ്ഞാൽ ആ പാടെ ബഹള. ഭക്ഷണത്തിലൂടെയൊക്കെ എന്തെല്ലാം അസ്വസ്ഥതകളാ ഓരോ കുടുംബങ്ങളിലുണ്ടാകും. ഒരു ശകലം ഭക്ഷണം ഇത്രയെങ്കിലും തരുന്നുണ്ടല്ലോ എന്നൊക്കെ ഒന്ന് ഓർത്ത് ജീവിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു സന്തോഷമാണ്, അല്ലേ? പണ്ടൊരു അമ്മച്ചി പറഞ്ഞ പോലെ, എൻ്റെ അച്ഛാ 25 വർഷമായി ഇയാൾക്ക് ഞാൻ വെപ്പ് തുടങ്ങിയിട്ട് 25 വർഷമായി വെപ്പ് തുടങ്ങിയിട്ട് ഇന്നേ വരെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം കൊള്ളാമെന്ന് ഒരു വർത്താനം പറയണ്ടില്ല. എന്നിട്ട് ഇന്നലെ എങ്ങാണ്ട് ആ തട്ടുകടയിൽ നിന്ന് കുറെ വാളിച്ച ചിക്കൻ കറിയും 2 പൊറോട്ടയും മേടിച്ചോണ്ട് വന്നിട്ട് എടി നല്ല ടേസ്റ്റാ, കഴിച്ചോളാം. ഞാനതെടുത്ത് കോഴിക്ക് കൊടുത്തു. അതാണ് അവര് പറയുന്നത്. നമുക്ക് ഈ ഭക്ഷണമൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. സുഖകരമായ ഭക്ഷണം, സുഖകരമായ ജീവിതം. അതുപോലെ പലരും ഈ സ്നേഹത്തിന് വേണ്ടി ഒക്കെ ദാഹിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ഇച്ചിരിയും കൂടെ സ്നേഹം കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്തിനാന്നൊന്നും അറിയത്തില്ല. കിട്ടിയാലും പോരതാനും 4 ഇച്ചിരിയും കൂടെ സ്നേഹം കിട്ടിയായിരുന്നു. പലപ്പോഴും നമ്മൾ ഈ സ്നേഹമൊക്കെ ഉണ്ടല്ലോ, സ്നേഹത്തെ സുഖമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുക. സുഖകരമായ വർത്തമാനമാണ് സ്നേഹമെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് കേട്ടോ. സുഖകരമായ വർത്തമാനം പറയുന്നവർക്കാണ് നമ്മളോട് സ്നേഹം. സുഖകരമായി നമ്മളെ കൊണ്ടു നടക്കുന്നവരോടാണ് നമ്മുടെ സ്നേഹം. സുഖവും സ്നേഹവും രണ്ടാ പ്രിയപ്പെട്ടവർ. സ്നേഹം ഉള്ളിടത്ത് സുഖം ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. കുറെ നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരിയെ ഞാൻ സന്ദർശിച്ചു. ഭർത്താവ് വിവാഹത്തിന് കുറെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തളർന്നു കിടക്കുകയാണ്. അവർ പറഞ്ഞ ഒരു വർത്തമാനം ഞാൻ എപ്പോഴും ഓർക്കും. എൻ്റെ കെട്ടിയവർ എനിക്ക് തന്ന സ്നേഹമൊക്കെ മതിയച്ചോ, ഞാൻ അയാളെ പൊന്നുപോലെ നോക്കിക്കോളാം, കുഴപ്പമൊന്നുമില്ല. എന്തോ ഒരു വലിയ സന്തോഷമാണ് അവരുടെ കുടുംബത്തിൽ എന്ന് ഞാൻ ഓർക്കുകയാണ്. 2 പൊടി കുഞ്ഞുങ്ങളുമായിട്ട് അവള് അയാളെ പരിചരിക്കുകയാണ്. എൻ്റെ ചേട്ടൻ എന്നോട് ഭയങ്കര സ്നേഹമാണ്, അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ സംതൃപ്തയാണെന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ഞാൻ അവളോട് പറഞ്ഞു, ഞങ്ങളുടെ സമർപ്പണത്തെക്കാളും വലുതാ മോളെ നിന്റെ സമർപ്പണം. അങ്ങനെ ജീവിക്കുന്നവരോട് അവൾക്ക് സുഖമൊന്നുമില്ല, ദാമ്പത്യ സുഖമൊന്നുമില്ല, പക്ഷേ സ്നേഹമുണ്ട്. സ്നേഹമുള്ളിടത്ത് സുഖമുണ്ടാണോ നിർബന്ധമൊന്നുമില്ല കേട്ടോ. സുഖമുള്ളിടത്ത് സ്നേഹം ഉണ്ടാണോ എന്നും നിർബന്ധമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ചാകാറാവും. അതാണ് പ്രശ്നം. എല്ലാ ജീവിതവും എന്നാണെന്ന് പഠിച്ചു കഴിയുമ്പോൾ മരിക്കാറാവും എന്ന് പറഞ്ഞ പോലെ അയ്യോ ഇവർക്കൊക്കെ ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നോ എന്ന് തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവരെ സ്നേഹിക്കാൻ പിന്നെ ആരോഗ്യം ഇല്ലാണ്ടായി. ആ പ്രായം എത്തിയപ്പോഴാണ് തിരിച്ചറിഞ്ഞു ഇവർക്കൊക്കെ സ്നേഹമാണ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് സ്നേഹത്തെ നമ്മൾ പലപ്പോഴും സുഖമായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. പണ്ടൊരിക്കലും ഒരു സഹോദരി അവർ പറയും, ഇങ്ങനെ ഞാൻ സാരിയൊക്കെ ഉടുത്ത് എൻ്റെ കെട്ടിയവൻ്റെ മുമ്പിൽ കൂടെ ഒരു 10 പ്രാവശ്യം നടക്കും, എന്നാലും ഇയാളതൊന്ന് കണ്ട് നല്ലതാണെന്നൊന്നും പറയത്തൊന്നുമില്ല. അയാളൊരു ബുദ്ധിജീവി സ്റ്റൈലാണ്, ബുദ്ധിജീവിയാണ്. സർവ്വനേരവും പുസ്തകം വായന, കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കുക, കെട്ടിയോളെ നോക്കിയിരിക്കുകയല്ല. ആ പാടെ അവളാണെങ്കിൽ ഇച്ചിരി ഒരുങ്ങി നടക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള. 2 ജോലിക്കാരാണ്, ബുദ്ധിജീവി. ഇപ്പൊ രാവിലെ ബുദ്ധിജീവി ഇരുന്ന് പത്രം വായിക്കുമ്പോഴാണ് ഭാര്യ കഷ്ടപ്പെട്ട് ഒരുങ്ങി ഇയാളുടെ മുമ്പിൽ കൂടെ ഒരു 5-6 പ്രാവശ്യം നടക്കുക. ഇയാൾ വല്ലോ ഒരു സർട്ടിഫിക്കറ്റ് തരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, കൊള്ളാതെ. അയാള് ആണെങ്കിൽ മലയാള മനോരമ പത്രം നേരെ പിടിച്ച് വായിച്ച് തീർന്നിട്ട് തലതിരിച്ച് പിടിച്ച് വായിക്കുക. കാരണം പുള്ളിക്ക് എപ്പോഴും വായിക്കണം. പുള്ളി പത്രം വായിച്ച് അതിനകത്ത് പാത്തിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പത്രം താത്തി നോക്കുന്നുണ്ട്. ഇവളെന്തിനാണോ ഇങ്ങനെ നടക്കുന്നത്? ഒരു കാര്യമില്ല.
സഹികെട്ട് അവള് വന്ന് ചോദിക്കും എങ്ങനുണ്ട്. ഇയാള് ചോദിക്കും എന്തുവാ, അല്ല ഈ സാരി എങ്ങനെയുണ്ട്. അത് പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞിട്ട് അയാൾ ഓടി വന്ന് സാരി പിടിച്ചു നോക്കിയിട്ട് പറയും ഇതിന്റെ സ്റ്റഫ് മോശമാണ്. ഇത് വല്ലോ ഇയാളോട് ചോദിച്ചോ, ഞാൻ ഈ സാരി കൊടുത്തിട്ട് മഴവില്ല് പോലാണോ കാവടി പോലാണോ ഇരിക്കുന്നത്, ഇതാണ് ഇവൾക്കറിയേണ്ടത്. അയാൾക്ക് ഇത് പറയാൻ അറിയത്തില്ല കേട്ടോ. ഇയാള് ബുദ്ധിജീവിയാ, ഇയാൾക്ക് ഇത് പറയാൻ അറിയത്തില്ല. പാവത്താൻ നല്ല മനുഷ്യനാ, ഇങ്ങനത്തെ സുഖിപ്പിക്കുന്ന വർത്തമാനം പറയാൻ അറിയത്തില്ല. അതേസമയം നമ്മുടെ കഥാനായിക ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ലോലൻ ചേട്ടനുണ്ട് കേട്ടോ. നല്ല സുഖപ്പീര് വർത്തമാനം തന്നെ പറയുന്നു. അയ്യോ ഈ സാരി, അയ്യോ ഇത് എന്നതാ, ഇത് ഇത്രയും നാളത്തെ ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് അയാളങ്ങ് ഭയങ്കര വർത്താനം പറയും. ലോലൻ ചേട്ടന് ഉച്ചയാവുമ്പം നല്ലൊരു കരിമീൻ വറുത്തത് കിട്ടും, സ്പെഷ്യൽ ഭക്ഷണത്തിന്റെ നേരത്ത്. ഭർത്താവിന് മത്തിയാണ് കൊടുത്തിരിക്കുന്നത്. ഭർത്താവാണെങ്കിൽ മത്തിയാണ് പോഷകാഹാരം എന്ന് ഇന്റർനെറ്റിൽ നോക്കി കണ്ടുപിടിച്ച് വളരെ സംതൃപ്തനായി മത്തിയും കഴിച്ച് ജീവിക്കുന്നു. പക്ഷേ കരിമീൻ കഴിക്കാനുള്ള യോഗം ലോലൻ ചേട്ടനാണ്. കാരണം സുഖപ്പീര് വർത്തമാനം പറയും. അങ്ങനെ ഇരിക്കുകയാണ് കഥാനായിക. പനിയും ഛർദിലും വയറിളക്കവും പിടിച്ച് കാരിത്താസിൽ അഡ്മിറ്റായി. 2-3 പ്രാവശ്യം ലോലന് മെസ്സേജ് അയച്ചു, ഹോസ്പിറ്റലൈസ്ഡ്, ഡൗൺ വിത്ത് ഫീവർ, റൂം നമ്പർ, വിസിറ്റിംഗ് അവേഴ്സ്, ഇതെല്ലാം ടെക്സ്റ്റ് ചെയ്തു. ലോലനെ അവിടെ അങ്ങ് കണ്ടില്ല. പക്ഷെ നമ്മുടെ മൊരടൻ ബുദ്ധിജീവി ഭർത്താവ് രാവിലെ പഴങ്കഞ്ഞിയും ചമ്മന്തിയും, ഉച്ചയാകുമ്പോൾ പൊടിയരിക്കഞ്ഞിയും അച്ചാറും, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കട്ടൻ ചായ, 4 അത്താഴമാകുമ്പോൾ വീണ്ടും പൊടിയരിക്കഞ്ഞിയും ചമ്മന്തിയും ആയിട്ട് റെഗുലറായിട്ട് വരികയും ഇവൾ കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തുകയും പാത്രം കഴുകുകയും തിരികെ പോവുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ഇയാൾക്ക് എങ്ങനെ ഉണ്ടടി എന്ന് ചോദിക്കാനും മാത്രമുള്ള ഒരു വരം കർത്താവ് കൊടുത്തിട്ടില്ല. ഇയാൾക്കത് അറിയത്തില്ല. പക്ഷേ കൃത്യം വന്ന് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. ലോലനെ പക്ഷെ അവിടെ കാണുന്നുമില്ല. ലോലൻ വേറെ കരിമീനൊക്കെ അന്വേഷിച്ചു പോയി എന്നല്ലാതെ കാര്യമൊന്നും. അതേസമയം അപ്പോഴാണ് ഇവൾക്ക് മനസ്സിലായത്, സ്നേഹം എന്ന് പറയുന്നത് ആർക്കാ? കെട്ടിയോനാ. കെട്ടിയോൻ ബുദ്ധിജീവിയാണ്, കെട്ടിയോൻ മൊരടനാണ്, കെട്ടിയോനെ സൂചിപ്പിക്കുന്ന വർത്തമാനം പറയാൻ അറിയത്തില്ല. പക്ഷേ സ്നേഹം എന്ന് പറയുന്നത് ഇതാ. സ്നേഹം ഒരു തീരുമാനമാണ്, അല്ലേ? എന്തു വന്നാൽ ഇവളുടെ കൂടെ ഞാൻ ജീവിക്കുമെന്ന് പറയുന്നത് അതാണ് സ്നേഹം. എന്തു വന്നാൽ ഇയാളുടെ കൂടെ നിൽക്കുമെന്ന് പറയുന്നതാണ് സ്നേഹം. അതൊരു തീരുമാനമാണ്, വികാരമൊന്നുമല്ല. വികാരമൊക്കെ തോന്നുമ്പോൾ വരികയും പോവുകയും ചെയ്യും, അതാണ് വികാരം. സ്നേഹം ഒരു തീരുമാനമാണ്. അത് തിരിച്ചറിയുമ്പോൾ നമ്മളൊക്കെ ചാകാറാവെന്ന് പറഞ്ഞ പോലെ അതാണ് നമ്മുടെ ഒരു പ്രശ്നം. ചോദിച്ചു, കെട്ടിയവൻ ഇത്ര സ്നേഹം ഉണ്ടായിരുന്നോ എന്നറിഞ്ഞത് മരണക്കിടക്കയിലായപ്പോഴാണ്. അത് പറയേണ്ട കാര്യമല്ല. അതുകൊണ്ടാണ് സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെ വരണമെന്നൊന്നുമില്ല കേട്ടോ. ചിലർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ല, അതാണ് ഈ പ്രശ്നം. സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാൻ വയ്യാത്ത ഒത്തിരി മനുഷ്യരെ നമ്മുടെ കൂടെയുള്ളൂ. നിങ്ങളെല്ലാവരും ഇന്ന് വൈകുന്നേരം പോയി കണ്ണാടിയിലൊന്ന് നോക്കണം. നിങ്ങളുടെ നോട്ടം കണ്ടാൽ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുവോ? ആവോ വല്ലോ സ്നേഹമോ വാത്സല്യമോ വല്ലതും തോന്നുവോ? നിങ്ങളുടെ പിള്ളേർക്ക് വല്ലതും തോന്നും? പിള്ളേരെ വിളിച്ചു ചോദിച്ചാൽ കൃത്യം പറഞ്ഞു തരും. അമ്മയുടെ നോട്ടം കണ്ടാൽ മോൻ എന്നാ തോന്നുന്നേ? അവര് വല്ലോ ജീവിയുടെ പേര് പറഞ്ഞു തന്നിട്ട് അതുപോലെയാ തോന്നുന്നത്. അല്ലെങ്കിൽ അപ്പന്റെ വർത്തമാനം കേട്ടാൽ മക്കൾക്ക് വല്ലതും തോന്നുവോ? അപ്പന്മാർക്ക് പിന്നെ അങ്ങനത്തെ ഒരു ഏരിയ തന്നെ ഇല്ല. അവരതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അപ്പൊ നമ്മൾക്ക് സ്നേഹിക്കാൻ അറിയാൻ വയ്യാത്ത മനുഷ്യരുണ്ട് കേട്ടോ. അവരുടെയൊക്കെ ഉള്ളിൽ സ്നേഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം സ്നേഹം തിരിച്ചറിയുന്നതാണ്, സ്നേഹം തേടി പോകുന്നതല്ല. ഉള്ള സ്നേഹം തിരിച്ചറിയുന്നതാണ്. ഉള്ള സ്നേഹം തിരിച്ചറിയുന്നത് ഒരു വലിയ കൃപയാണ്. നമ്മുടെ ചെറുപ്പക്കാര് പിള്ളേരൊക്കെ പ്രേമമാണ് അഖില സാര മൂഴിയിൽ എന്നൊക്കെ പറഞ്ഞ് വല്ലവനെയൊക്കെ പ്രേമിച്ച് ആ വഴി വീഴൊക്കെ നടക്കും. എന്നിട്ടോ 2-3 മാസം കഴിയുമ്പോഴത്തേക്കും പിന്നെ സാധാരണമായ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഓടിപ്പോകാൻ പിന്നെയും ഉപേക്ഷിച്ചു പോയ ആ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് ഇതാണ് സ്നേഹം. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹം തിരിച്ചറിയുക, കൂടെയുള്ളവരുടെ സ്നേഹം തിരിച്ചറിയുന്നത് വലിയ ഒരു നന്മയാണ്. അവർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ലായിരിക്കും, നിങ്ങളെക്കുറിച്ച് നല്ല വാക്ക് പറയാൻ അറിയത്തില്ലായിരിക്കും, നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കാൻ പോലും അറിയത്തില്ലായിരിക്കും. പക്ഷെ അവര് നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. വലിയൊരു കാര്യമല്ലേ? അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ എന്തോ ഒരു സമാധാനമാണ്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മനസ്സിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും. 25 വർഷമായി കല്യാണം കഴിച്ചിട്ട് ജൂബിലി ആഘോഷിക്കുക,
ഇപ്പോഴും സംശയമാണ്. എന്നതാ, ഇയാൾക്ക് എന്നോട് തന്നെയാണോ സ്നേഹം എന്നുള്ള സംശയത്തിൽ 25 വർഷവും ജീവിക്കുന്നു. വല്ല കാര്യമുണ്ടോ? അപ്പൊ നമുക്ക് സ്നേഹം തിരിച്ചറിയാം. ചിലരുണ്ടല്ലോ, ചില അമ്മച്ചിമാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വഴക്ക് പിടിച്ചുകൊണ്ട് സ്നേഹിക്കും കേട്ടോ. അവർക്ക് സ്നേഹിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് വഴക്ക് പിടിക്കുക. ഞാൻ പണ്ടൊരു ഇടവകയിൽ ഇരുന്നപ്പോഴേ അവിടെ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, അവന് എഞ്ചിനീയറോ അവന് ജോലിയൊക്കെ കിട്ടി, അത് കല്യാണമൊക്കെ കഴിച്ചു. ഒരു ദിവസം പള്ളി വെച്ച് കണ്ടപ്പോൾ ഞാൻ പറയടാ, നിന്നെ പള്ളി കണ്ടിട്ട് ഒത്തിരി കാലമായല്ലോ, നീങ്ങി വാ. ഞാൻ പറഞ്ഞു, അത് ജോലി അച്ഛനെയാണെന്ന് കാണണമെന്ന് കരുതി. എന്നാ എൻ്റെ എൻ്റെ അച്ഛൻ ഈ അമ്മച്ചിമാരുടെ ഒക്കെ വലിയ സുഹൃത്താന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതെ, ഇപ്പം എന്നാ പ്രശ്നം എന്നാ? അല്ല, എൻ്റെ അമ്മയെ ഒന്ന് മാനസാന്തരപ്പെടുത്താവോ? അതാണ് അവൻ്റെ ചോദ്യം. ഞാൻ ചോദിച്ചാൽ എന്നാ നിന്റെ അമ്മയ്ക്ക് എന്നാ പറ്റി? നിന്നെ ഒന്ന് മാനസാന്തരപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. നിന്റെ അമ്മയെ ഞാനിതിനെ മാനസാന്തരപ്പെടുത്തും. പാവം, നിന്നെ വളർത്തിയില്ല ഇത്രയും. അപ്പൊ അവൻ പറഞ്ഞു, എൻ്റെ അച്ഛ ഒരു രക്ഷയില്ല. അതായത് ഞാൻ കല്യാണം കഴിക്കുന്നതോടെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ കൽപ്പന കിട്ടി ഇവളെയും കൊണ്ട് ഇറങ്ങിക്കോണം. അതിനാ അവളെ പറ്റത്തില്ല, ഇവിടെ കാരണമൊന്നുമില്ല, അവളെ പറ്റത്തില്ല, അവളെ കൊണ്ട് ഇറങ്ങിക്കോണം. വേണമെങ്കിൽ അത് നീ വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഇവിടെ വന്നു, ഒരു കുഴപ്പമില്ല. എന്നെ എടുക്കും, അമ്മമാർക്കൊന്നും ലോജിക്കൊന്നുമില്ല അല്ലേ, അങ്ങനെ ഇറങ്ങിക്കോണമെന്നൊക്കെ പറഞ്ഞേക്കും. ഇവളാണെങ്കിൽ അവളുടെ ബാങ്ക് ഉദ്യോഗസ്ഥ ഏതാണ്ട് മരുമോള്. അമ്മച്ചിയുടെ വിദ്യാഭ്യാസം സർക്കാർ രേഖകളിലൊന്നും ഇല്ല, എന്നതാ പഠിച്ചതൊന്നും ആർക്കും അറിയില്ല. അപ്പോ അമ്മച്ചി ഇങ്ങനെ നോക്കി, പരിഷ്കാരിയായ മരുമകൾ എങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ നോക്കി, 2 ആഴ്ചയൊക്കെ നോക്കി, പറ്റത്തില്ല. അവക്ക് അമ്മച്ചിയുടെ രീതിക്കൊന്നും ഇറങ്ങിക്കോളാൻ. അപ്പൊ ഞാൻ ഓർത്തു, അപ്പോ ഇവൻ എന്നെ അടുത്ത് ഉടനെ ചേട്ടന്മാരെല്ലാവരും ഇടപെട്ടു. 7 മക്കളുണ്ട് അമ്മയ്ക്ക്. എല്ലാവരും അമ്മയോടുള്ള ആദരവ് പ്രമാണിച്ച് അമ്മയുടെ വീടിന്റെ അവിടുന്ന് മിനിമം 50 കിലോമീറ്റർ ദൂരെ വീടുമൊക്കെ വെച്ച് നാനാ ദിക്കുകളിൽ താമസമാക്കിയിരിക്കുകയാണ്. അമ്മ അങ്ങനെ ഇങ്ങനെയൊന്നും അവിടെ എത്തിപ്പറ്റരുത്, അറിയിച്ച് സമയമൊക്കെ എടുത്തൊക്കെ അവിടെ വരാവുള്ളൂ എന്നുള്ളതാണ് അവരുടെ ഒരു ആഗ്രഹം. പറഞ്ഞിട്ടുണ്ട്, എപ്പോൾ വേണേലും പോര്, അന്ന് ഞങ്ങൾ കൊണ്ടുപോകും. വലിയ സ്നേഹം അമ്മയോട്, പക്ഷേ സഹിക്കാൻ പറ്റത്തില്ല, അതുപോലത്തെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ചേട്ടന്മാരെല്ലാം കൊണ്ട് ഇടപെട്ടിട്ട് പറഞ്ഞു, അയലോക്കത്ത് തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്തു കൊടുത്തിരിക്കുകയാണ് ഇളയ മകനും മരുമകൾക്കും, കാരണം അമ്മയെ നോക്കണ്ടേ. അപ്പോ ഞാനിതെല്ലാം ഉണക്കടയുടെ എൻ്റെ ഇടവകയിൽ അമ്മയും മകനും കൂടി ഇങ്ങനെ വേർപിരിഞ്ഞ് താമസിക്കുന്നു, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിവിടെ കൊച്ചച്ഛനായിട്ട് ജീവിക്കുകയും കുടുംബ കൂട്ടായ്മ നടത്തുകയും ചെയ്തിട്ടും കൂട്ടായ്മയില്ലാതെ കുടുംബങ്ങൾ കഴിയുന്നോ? അപ്പൊ അന്നൊക്കെ ഈ ചെറുപ്പമായതുകൊണ്ട് ഇച്ചിരിയും കൂടെ ഉത്സാഹവും ഈ അമ്മച്ചിയെ ഒന്ന് മാനസാന്തരപ്പെടുത്തിയിട്ട് തന്നെ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കുടുംബ കൂട്ടായ്മയുള്ള ദിവസം ഞാൻ ഇച്ചിരി നേരത്തെ പോയി, കാരണം സമയമൊക്കെ എടുക്കും ഈ അമ്മച്ചിയെ മാനസാന്തരപ്പെടുത്താൻ. ഞാൻ ചെന്നപാടെ ഞാൻ നോക്കിയപ്പോൾ ഗേറ്റും എല്ലാം കുറ്റിയിട്ട് അമ്മ ഈ ചട്ടയും മുണ്ടൊക്കെ കൊടുത്ത ജനുസിൽപ്പെട്ട അമ്മച്ചിമാരാണ്, അങ്ങനെയുള്ളവരുടെ വംശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മ മുണ്ടൊക്കെ അങ്ങോട്ട് തീർത്ത് കയറ്റി മടലൊക്കെ ഒട്ടിച്ച്, നല്ല കാര്യപ്രാപ്തിക്കാരി അമ്മച്ചി, മടലൊക്കെ ഒട്ടിച്ച് വിറകാക്കിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് ഞാൻ ചെല്ലുന്നത്. എന്നെ കണ്ടപാടെ അതല്ല അവിടെ ഇട്ടു, കൊച്ചച്ഛനെ ഞങ്ങളുടെ വഴിയൊക്കെ അറിയാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്ന് ഗേറ്റൊക്കെ അങ്ങോട്ട് തുറന്ന് എന്നെ ആപാത ചൂടൊന്ന് നോക്കിയിട്ട് 5-6 ഇടി എൻ്റെ കൈക്കിട്ട്, എന്നിട്ട് എന്നോട് പറയാ, നല്ല ഉരുപ്പുടിയോ കേട്ടോ, വിചാരിച്ചിനും കുഴപ്പമില്ല, ഒച്ചനും കുഴപ്പമില്ല, ഒന്നിനും അല്ല തടി. ഞാൻ പറയും വിചാരിച്ചിനെ വിട്ടുപിടി, എൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ പോട്ടെ. അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടി ഇടി കടി പിച്ച് മാന്ത് എന്നീ തുടങ്ങിയ വിചിത്ര സ്വഭാവങ്ങളുള്ള അമ്മച്ചിയാണ്. അപ്പൊ എന്നെ കണ്ടിട്ട് അന്ന് എന്തോ പാവം തോന്നിയിട്ടാവും ഈ ഇടിയിൽ അവസാനിപ്പിച്ചു. എന്നിട്ട് പിന്നെ അവിടെയുള്ള സർവമാന വലിയ ഫൊറോന പള്ളിയാ, പഴയ ഫൊറോന പള്ളിയാ, എനിക്കൊക്കെ ഓർമ്മ വെക്കുന്ന കാലത്തിന് മുമ്പുള്ള സർവമാന വികാരിച്ചന്മാരെയും പേരെടുത്ത് പറഞ്ഞ് അവരുടെ സർവകുറ്റവും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്കിട്ട് 2 ഉന്തും തള്ളും ഒക്കെ തന്ന അവസാനം എന്നെ വീടിനകത്ത് കയറ്റി. പിന്നെയാണ് എനിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം എന്നാന്നറിയാമോ? നല്ല ഒന്നാന്തരം കിഴക്കൻ കപ്പയും കോഴിക്കറിയും നല്ല ടേസ്റ്റാണ്. വർഷങ്ങൾക്കിപ്പുറത്ത് പരിത്രാണയിൽ ധ്യാനിപ്പിക്കുമ്പോഴും എനിക്ക് ഒരു രുചി അങ്ങോട്ട് വരുന്നു വീണ്ടും. നല്ല ഭക്ഷണം. അപ്പൊ സിസ്റ്റേഴ്സിനെ കുറ്റം പറയാൻ മറന്നുപോയായിരുന്നു. അപ്പൊ ആ വെട്ടവന് കന്യാസ്ത്രീകളെയും 2 കുറ്റം. കന്യാസ്ത്രീകൾ വല്ലോ അച്ഛന്മാർക്ക് വല്ലോ നല്ലത് വല്ലോ ഉണ്ടാക്കി തരും ഒന്നും പറഞ്ഞു 2 ഇടിയും കഴിക്കുന്നു പറഞ്ഞ് കുത്തിയും ഇടിച്ചുമൊക്കെ നമ്മളെ കഴിപ്പിക്കുക. അമ്മച്ചി നല്ല രസിക അമ്മച്ചിയ. അപ്പൊ എനിക്കിത് മനസ്സിലായി, ഈ പാവപ്പെട്ട അമ്മച്ചിക്ക് സ്നേഹിക്കാൻ അറിയാവുന്ന വഴി ഇതൊക്കെയാ. എന്നതാ
ആദ്യം ശാരീരിക ഉപദ്രവം, 2 മാനസിക ഉപദ്രവം, കുറ്റം പറച്ചിൽ, ചീത്ത പറച്ചിൽ, ഇതെല്ലാം. അത് കഴിഞ്ഞ് നല്ല ഭക്ഷണം. അപ്പൊ എനിക്കതിന്റെ ആ ഓർഡർ മനസ്സിലായതുകൊണ്ട് ഞാൻ വികാരിച്ചറിയാതെ ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിൽ പോവുകയും ആദ്യത്തെ 2 ഘട്ടങ്ങളിൽ സഹിച്ചു നിൽക്കുകയും 3-ാമത്തെ ഘട്ടത്തിൽ മഹത്വം പ്രാപിക്കുകയും ചെയ്യുമായിരുന്നു. അവസാനം അവൻ എന്നോട് പിണങ്ങി. ഈ അച്ഛൻ ഭക്ഷണം കണ്ട് അയ്യോ എന്നും പറയണ്ട, അച്ഛനോട് ഞാൻ രമ്യപ്പെടുത്താൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴും പുറത്ത് എന്ന് മാത്രമല്ല അവനെ അസൂയപ്പെടുത്തിക്കൊണ്ട് അച്ഛനകത്ത്. അതവന് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞാൽ ഈ അമ്മച്ചിയോട് ചോദിക്കാതിരുന്നില്ല. അമ്മച്ചി ഭക്ഷണം എല്ലാം കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് 2 ഈ ഇടിയും കുത്തും എല്ലാം കൊണ്ടതല്ലേ. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, എന്നാലും എൻ്റെ അമ്മച്ചി ഈ മക്കളോടൊക്കെ ഇങ്ങനെ ചെയ്യുന്ന മോശമല്ലേ? അമ്മച്ചി ഇത്രയും സ്നേഹനിധിയായ അമ്മച്ചിയായിട്ട് ആ മക്കളെയൊക്കെ അടുത്ത് വിളിച്ചൊക്കെ. ഉടനെ അമ്മച്ചി വീണ്ടും മുണ്ടെല്ലാം തെറുത്ത് കയറ്റി സംഹാര രുദ്രയായി എന്റെ നേരെ തിരിച്ചു. അച്ഛാ, ആരാ അച്ഛാ എന്നെ കുറിച്ച് പരാതി പറഞ്ഞു? ഞാൻ പറഞ്ഞു, അമ്മച്ചിയുടെ മക്കള്. അച്ഛാ, ഈ ഇടവകയിൽ ആരെങ്കിലും എന്നെ കുറിച്ച് പരാതി പറയുന്നുണ്ടോ അച്ഛനോട്? ഞാൻ പറഞ്ഞു, ഇല്ല. പിന്നെ ആരാ പറഞ്ഞതാ പറഞ്ഞു? അമ്മച്ചിയുടെ മക്കൾ. എന്നാ അവന്മാരോട് പറഞ്ഞേര്, ഞാൻ ഇനിയും വഴക്ക് പിടിക്കുന്നു, അവനൊക്കെ എന്റെ മക്കളാ അച്ഛാ. ഇതാണ് പാവപ്പെട്ട അമ്മച്ചിയുടെ തത്വശാസ്ത്രം.